ഹലോ ഗെയ്സ്, നമുക്കിന്ന് സ്വാദിഷ്ടമായ കൂന്തൽ തോരൻ അഥവാ കണവ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. തോരൻ വയ്ക്കാനായതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കുന്നത്. പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് 4ആയിട്ട് കീറിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എടുക്കുക. കൂന്തൽ ഉണ്ടാക്കാൻ എടുക്കുന്ന ചട്ടി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഇടുന്നു. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നു. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി, നല്ല വേവേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് ഇളക്കി കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വേവേണ്ട, കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. നമ്മൾ എത്രത്തോളം കൂന്തൽ എടുത്തിരിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ സവാള, ഉള്ളിയും അതുപോലെ പൊടി ഐറ്റങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഏകദേശം കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി ഇതെല്ലാം 1/4 ടേബിൾ സ്പൂൺ. കൂന്തലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പൊടികളുടെ അളവും കൂടുതലായിട്ട് ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കേണ്ടി വരും. പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കുഞ്ഞുഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിന് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂന്തലിലേക്ക് എല്ലാം അരപ്പും മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കുക. ഞാൻ ഇവിടെ 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊഴിച്ച് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം വേവിക്കാം. 10 മിനിറ്റോളം വേവിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും. തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ തോരൻ റെഡിയാകും. നല്ല കളറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്ന ഒരു തോരനാണ്. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.